എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇത് നമുക്കിന്ന് പോണ്ടേ? അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ കുമ്മാട്ടിയായിട്ട് ഞങ്ങളുടെ വീട് പെയിന്റ് അടിക്കാൻ പോവാണ് ഗൈസ്. സൂര്യഭഗവാന്റെ അനുഗ്രഹം നല്ലോണം ഉണ്ടായിരുന്നു എനിക്കും എന്റെ വീട്ടുകാരും. എന്തും ഒറ്റയ്ക്ക് ചെയ്യുന്നുള്ള അഹങ്കാരമുള്ള എന്റെ അമ്മയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ തന്നെയായിരുന്നു ഇവിടുത്തെ പണിക്കാര്. എല്ലാവരെയും നല്ലോണം തേച്ച് കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അനിയൻ അവിടെ മാറി പണിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് എന്താണ് അവിടെ പണി? ഇതായിരുന്നു എന്റെ പണി ഗൈസ്. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് വലിയ പണി ഉണ്ടായിരുന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ചേച്ചി കളത്തിൽ ഇറങ്ങേണ്ട വന്നു ഗൈസ്. നമ്മൾ പിന്നെ പണ്ടേ മെയിൻ ആണെങ്കിലും ഇതൊന്നും ഒന്നുമല്ല ഗൈസ്. പാലക്കാടിന്റെ ചൂടിന് ഗ്രിൽഡ് ചിക്കൻ ആയില്ല എന്നേ ഉള്ളൂ, കരിഞ്ഞു കരിക്കട്ടിയായി. എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ എല്ലാരും കൂടി ഒരുമിച്ച് പണിയെടുക്കുമ്പോൾ വേറൊരു സുഖം തന്നെയാണ്, വല്ലാത്ത സുഖം തന്നെ. അതൊക്കെ കഴിഞ്ഞ് മേലത്തെ കാര്യങ്ങളൊക്കെ അനിയനാ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ഞാൻ നേരെ താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹോസൊക്കെ എടുത്ത് നല്ലോണം അവിടെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പണി തുടങ്ങി. ഫുള്ള് പെയിന്റ് അടിച്ച് വൃത്തിയാക്കാനൊന്നുമില്ല കേട്ടോ, ചെറിയൊരു മേക്ക് ഓവർ അത്രേ ഉള്ളൂ. അമ്മ കടയിൽ പോയിട്ട് ആഷ് കളർ പെയിന്റ് വേണം പറഞ്ഞത്. ആ ചേച്ചി തന്നത് ഈ പാട്ട കളറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. തൽക്കാലത്തിനായതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു, ഇല്ലെങ്കിൽ കടയിൽ കയറി തല്ലുണ്ടാക്കിയേനെ. അങ്ങനെ മൂന്നാളുടെയും പരിശ്രമത്തിനൊടുവിൽ വിജയം കണ്ടതിന് ശേഷം ഞാനൊരു കുളി അങ്ങോട്ട് പാസ്. അപ്പൊ ഗൈസേ നിങ്ങളിത് കാണുന്നുണ്ടോ? അങ്ങോട്ട് നോക്കിക്കേ. അങ്ങനെ എന്റെ വീട് ചുന്ദരി കുട്ടിയായി ഗൈസ്. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാ. അപ്പൊ ബാക്കി നാളെ